തന്റെ ഉടയവന്റെ കഴുത തന്റെ യജമാനന്റെ ഉൾത്തൊട്ടി അറിയുന്നല്ലോ എൻ ജനമറിയുന്നില്ല. കാല തന്റെ ഉടയവന്റെ കഴുത തന്റെ യജമാനന്റെ ഉൾത്തൊട്ടി അറിയുന്നല്ലോ എൻ ജനമറിയുന്നില്ല. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരും അറിയുന്നില്ല. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരും അറിയുന്നില്ല. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. അവർ തന്റെ കാലമറിയും, ജനമറിയില്ല. ആകാശത്തിൽ തെരിഞ്ഞാറയും കൊക്കും നീവൽ പക്ഷിയും, അവർ തന്റെ കാലമറിയും, എൻ ജനമറിയുന്നില്ല. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു.
പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തിൽ ജനിച്ച എല്ലാവരും മരിക്കണം. എല്ലാവരും ഇവിടെ നിന്ന് യാത്ര പറഞ്ഞേ പറ്റൂ. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നാം ഇരിക്കുന്നത് പോലെയാണ്. നമ്മുടെ ബസ് വരുമ്പോൾ, നമ്മുടെ വാഹനം വരുമ്പോൾ ഓരോരുത്തരായിട്ട് അതിൽ കയറിപ്പോകും. മരണം നമ്മെ മുട്ടി വിളിക്കുന്ന സമയത്ത് മരണത്തിന്റെ ആ വരവ് നമ്മെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. മരണത്തോട് നമുക്ക് മാറ്റിവെക്കുവാൻ, അവധിയെടുക്കുവാൻ, ഇനിയൊരിക്കലാകട്ടെ എന്ന് പറയുവാൻ കഴിയുകയില്ല. അത്രമാത്രം ക്ഷണികമാണ് മനുഷ്യന്റെ ജീവിതം. ഈ മണ്ണിൽ നിന്ന് മനുഷ്യനെ എടുത്തു, ഈ മണ്ണിലേക്ക് തന്നെ മനുഷ്യൻ ചേരുകയാണ്. എന്നാൽ മനുഷ്യന്റെ ഉള്ളിൽ ഒരാത്മാവുണ്ട്. ആ ആത്മാവിന്റെ നിത്യത എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഈ ലോകത്തിൽ മനുഷ്യന്റെ ആത്മാവ് തന്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് മറ്റൊരു സ്ഥാനത്തേക്ക് പോകുകയാണ്. വിശുദ്ധ ബൈബിൾ അതിന് പറയുന്നത് ഒന്ന് നിത്യമായ സ്വർഗം, മറ്റൊന്ന് നിത്യമായ നരകം. എന്റെ പ്രിയ ശ്രോതാവേ, സകല പാപികൾക്കും സകല മനുഷ്യർക്കും നിത്യമായിരിക്കുന്ന നരകമാണുള്ളത്. ആ നരകത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലേക്ക് സ്വർഗത്തിലെ ദൈവമായ കർത്താവ് മനുഷ്യനായി അവതരിച്ച് നമ്മെ സ്നേഹിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഈ വഴിത്താരയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നത്, മനുഷ്യനെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള സത്യം അറിയിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ മനോഹരമായ മറ്റൊരു ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. മനുഷ്യൻ നീ മണ്ണാകും, മണ്ണോട് ചേർന്നിടും എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഒരു ഗാനം ബ്രദർ സജീവൻ തൂക്കുപാലം നമുക്കായി ആലപിക്കുന്നു. ആരാധ്യനായി ലോകമറിഞ്ഞാലും ആകർഷകമായ മുഖം കൊണ്ടു നടന്നാലും ആരാധ്യനായി ലോകമറിഞ്ഞാലും നിർഭയനായി ജീവിതമയച്ചാലും നിർഭയനായി ജീവിതമയച്ചാലും വിഫലമേ ആത്മാവ് നശിക്കുകി ആയുസ് നശിക്കുകി താഴ്മയായിടണം നിന്റെ സിംഹാസനം ത്യാഗമായിടണം നിന്റെ സമ്പാദ്യം
മനുഷ്യാനി വന്നാലും മണ്ണോട് ചേർന്നിടും ഒരു യാത്രികൻ അതുതായി കരുതിയിടണം. മനുഷ്യന്റെ മനസ്സ് പാമ്പിൻ പുത്രമാറും മനസ്സിലെ മോഹങ്ങൾ പാമ്പുകളായിരുന്നു. മനുഷ്യന്റെ മനസ്സ് പാമ്പിൻ പുത്രമാറും മനസ്സിലെ മോഹങ്ങൾ പാമ്പുകളായിഴയുന്നു. ഈശ്വരനായി സർവവും നൽകുവാൻ കഴിയാതെ ഈശ്വരനായി സർവവും നൽകുവാൻ കഴിയാതെ ചെകുത്താനെ മനുഷ്യാനി ഭരിക്കുവാൻ ക്ഷണിക്കുന്നു താഴ്മയായിടണം നിന്റെ സിംഹാസനം ത്യാഗമായിടണം നിന്റെ സമ്പാദ്യം. മനുഷ്യാനി മണ്ണാകും മണ്ണോട് ചേർന്നിടും കരയിൽ നീ ഒരു യാത്രികൻ സ്വർഗം അകതാരിൽ കരുതിയിടണം. മനുഷ്യാനി മണ്ണാകും മണ്ണോട് ചേർന്നിടും കരയിൽ നീ ഒരു യാത്രികൻ സ്വർഗം അകതാരിൽ കരുതിയിടണം. താഴ്മയായിടണം നിന്റെ സിംഹാസനം ത്യാഗമായിടണം നിന്റെ സമ്പാദ്യം. മനുഷ്യാനി മണ്ണാകും മണ്ണോട് ചേർന്നിടും ഒരു യാത്രികൻ സ്വർഗം അകതാരിൽ കരുതിയിടണം. സ്വർഗം അകതാരിൽ കരുതിയിടണം. സ്വർഗം അകതാരിൽ കരുതിയിടണം. യേശുക്രിസ്തുവിന്റെ ലൈവ് പോവാ ചുമ്മാ ഇങ്ങനെ പിടിച്ചോണ്ട് സുവിശേഷം അപ്പം ഇങ്ങനെ പിടിച്ചോണ്ട് വളരെ ഫോക്കസ് അനുഗ്രഹീതമായ നിലയിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ പാപത്തിന് പരിഹാരവും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഗ്രഹവും ലഭിക്കുന്ന പാപമോചനം ലഭിക്കുന്ന ഒരേ ഒരു കാര്യം യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെയാണ്. തുടർന്നുള്ള ഏതാനും നിമിഷങ്ങൾ ഈ മഹത്തായ സുവിശേഷത്തിന്റെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു സന്ദേശം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. ബഹുമാനപ്പെട്ട ബ്രദർ എസ് തോമസ് ഇടയാറന്മുള്ള അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തുടർന്നുള്ള നിമിഷങ്ങൾ അദ്ദേഹം കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ നിന്ന് ആധികാരികമായി നിങ്ങളോട് സംസാരിക്കുന്നതാണ്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ അല്പസമയത്തേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഈ പ്രഭാഷണത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ ആദരപൂർവ്വം സുവിശേഷ പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മുണ്ടി ഇരുമ എന്ന ഈ സ്ഥലത്തിന്റെ വിവിധ ഇടങ്ങളിലായി ഈ ശബ്ദവാഹിനിയുടെ സഹായത്തോടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായി ഞങ്ങൾ അറിയിക്കുന്നു. ഇതിനു മുമ്പും നിരവധി പ്രാവശ്യം ഈ സ്ഥലങ്ങളിൽ കടന്നുവന്ന് മാത്രമല്ലാത്ത സുവിശേഷത്തിന്റെ സത്യസുവിശേഷം ഈ ദേശവാസികളായി നിങ്ങളെ അറിയിക്കുവാൻ വിവിധ സാഹചര്യങ്ങളിലായി ഞങ്ങൾക്ക് ഇടയായിട്ടുണ്ട്. ഇന്ന് ഈ ദിവസത്തിന്റെ ഈ ഉച്ച കഴിഞ്ഞ സമയത്തും ഈ നിലയിൽ ഞങ്ങൾക്ക് ദൈവം നൽകിയ ഈ അവസരമോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ പാടിക്കേൾപ്പിച്ച വളരെ അർത്ഥവത്തായ പാട്ട് അതിന്റെ ഈരടികളുടെ സാരാംശങ്ങൾ ശ്രമിച്ച് നിങ്ങൾക്കറിയാം.
അതിനകത്ത് ആ പാട്ട് എഴുതിയ ആ മഹാന്മാരായ ആളുകൾ മനുഷ്യ ജീവിതത്തിന്റെ നൈമിഷികതയെ സംബന്ധിച്ചാണ് നിങ്ങളെ അനുസ്മരിപ്പിക്കുവാൻ ആഗ്രഹിച്ചത്. ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന സത്യസുവിശേഷം 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താടഭൂമിയിലേക്ക് ഇറങ്ങി വരികയും മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഈ അവനയിൽ 33 വർഷക്കാലം ജീവിച്ച് സകല മനുഷ്യരാലും ശത്രുക്കളാലും മിത്രങ്ങളാലും ദൈവപുത്രൻ എന്ന സാക്ഷ്യം പ്രാപിച്ചു. പാപരഹിതൻ എന്ന സാക്ഷ്യം കൊണ്ട് 33 തിരുവയസ്സിന്റെ അന്ത്യത്തിൽ കാൽവറിയിലെ ഗോൽഗോദായിൽ കയറിപ്പോയി 2 കള്ളന്മാരുടെ നടുവിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരാർത്ഥം ക്രൂശിതനായി അന്നത്തെ അറിയപ്പെട്ട ആ മന്ത്രിയായിരുന്ന ആ അരിമത്തിലെ യോസേഫിന്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷാമാർഗമാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. നിങ്ങൾ അനേകരും ഒരു പക്ഷങ്ങൾ ചിന്തിക്കുന്ന പോലെ ഏതെങ്കിലും മതപ്രചാരകനോ സാമൂഹിക പരിഷ്കർത്താക്കളായ ആളുകളോ തത്വചിന്തകളായ ആളുകളോ യുക്തിചിന്തകരായ ആളുകളോ അല്ല. സകല മാനവ ചിന്താഗതിക്കും അതീതമായി മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ ആത്മരക്ഷയുടെ മാഹാത്മ്യത്തെ നിങ്ങളെ അറിയിക്കുവാനാണ് ഞങ്ങൾ ഇവിടെ കിടന്നു വന്നിട്ടുള്ളത്. നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവിടുന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദസൂക്തം നിങ്ങളുടെ വിലപ്പെട്ട അറിവിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലൂന്നി നിന്ന് വളരെ അത്യാവശ്യമായ ചില വാക്കുകൾക്ക് അഭിവാദ്യങ്ങൾ പോലെ ഞങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിച്ച് ഞങ്ങളുടെ വാക്കുകളിൽ ഞാൻ വിരാമം കുറിക്കുന്നതാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പ്രഖ്യാപിക്കുകയുണ്ടായി: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ഈ ലോകത്തിന്റെ നൈമിഷികതയിൽ ജീവിച്ച് സന്തോഷിക്കുന്ന മനുഷ്യൻ എത്രമാത്രം പണമുണ്ടാക്കിയാലും അമ്പരചുണ്ടികളായ സൗധങ്ങൾ കെട്ടിപ്പടുത്താലും വിദേശ യാത്രകൾ ചെയ്താലും തോട്ടങ്ങൾ സമ്പാദിച്ചാലും ജീവിതത്തിന്റെ എല്ലാ അനുകൂല സാഹചര്യങ്ങളെ നേടിയെടുത്താലും ഏതു മനുഷ്യന്റെയും മുഖത്ത് സൂക്ഷ്മമായി സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നഗ്നസത്യമുണ്ട്. അതായത് ഏറ്റവും ധനവാൻ മുതൽ ദരിദ്രൻ വരെയുള്ള ആളുകൾ, വിദ്യാസമ്പന്നർ തുടങ്ങി വിദ്യാവിഹീനർ വരെയുള്ള ആളുകൾ, സാംസ്കാരിക ആചാര്യന്മാർ തുടങ്ങി ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ വരെ അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം, എല്ലാ മനുഷ്യന്റെയും മുഖത്ത് നിരാശയുടെ ഒരു ഓളം തളം കെട്ടുന്നത് കാണാൻ സാധിക്കും. എന്താണ് ഈ മനുഷ്യന്റെ നിരാശയുടെ കാരണം? അടിസ്ഥാനപരമായി ആ യാഥാർത്ഥ്യം ഞാനും നിങ്ങളും മനസ്സിലാക്കണം. പല ആളുകൾക്കും വേണ്ടതെല്ലാം ഉണ്ടെങ്കിലും ആത്യന്തികമായി വേണ്ടുന്ന സന്തോഷമില്ല. അവരുടെ ഹൃദയം ഇരുണ്ട് മൂടി കിടക്കുകയാണ്. ഈ ലോകത്തിന്റെ ബന്ധനങ്ങൾ അവർ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. വാസ്തവത്തിൽ മനുഷ്യന് ആത്യന്തികമായ സന്തോഷ നിർവൃതിക്ക് വേണ്ടി അവൻ സമ്പാദിക്കുന്ന യാതൊന്നും മനുഷ്യനെ സന്തോഷഭരിതനാക്കുന്നില്ല എന്നുള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം. വിശ്വചരിത്രത്തിന്റെ 3 ഏടുകളിൽ നിന്ന് ലോകത്തോട് മഹത്തായ വചനങ്ങൾ വിളിച്ചു പറഞ്ഞ 3 മഹാന്മാരുടെ വാക്കുകളിന്റെ ഓർമ്മയിൽ വരികയാണ്. അമേരിക്കൻ ഐക്യനാടുകൾ നമ്മുടെ ഇവിടുത്തെ മലയാള മനോരമ പത്രത്തിൽ കാർട്ടൂണിസ്റ്റായി അറിയപ്പെടുന്ന യേശുദാസിനെ പോലെ ചിന്തോദ്ദീപങ്ങളായ കാർട്ടൂണുകൾ വരച്ച് അനേക ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനുവാദിക സുഹൃത്തുക്കളെ അവരുടെ ചിന്താമണ്ഡലത്തെ വളരെ ഔദാര്യമായി വികസിപ്പിച്ച ഒരു മഹാനായ മനുഷ്യനുണ്ടായിരുന്നു അമേരിക്കൻ ഐക്യനാടുകൾ. അദ്ദേഹം പേര് റാഫ് ബാർട്ടൺ എന്നായിരുന്നു. ആ മനുഷ്യൻ ചുരുങ്ങിയ കാലം കൊണ്ട് അനേക കാർട്ടൂണുകൾ, വർത്തമാന പത്രങ്ങൾ, ഇംഗ്ലീഷ് പത്രങ്ങൾ വരച്ച് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ അവരുടെ ചിന്താമണ്ഡലത്തെ ഉദ്ദീപിക്കുവാൻ കാരണക്കാരനായി വേണ്ടുവോളം പണം സമ്പാദിച്ചു. അദ്ദേഹം ലോകത്തിലെ എല്ലാ മുന്തിയ രാജ്യങ്ങളിൽ യാത്ര ചെയ്തു. ഏറ്റവും വിലപ്പെട്ട ഹോട്ടലുകളെല്ലാം അദ്ദേഹം റൂമുകൾ റെന്റെടുത്ത് താമസിച്ചു. തന്റെ ജഡത്തിന്റെ ആഗ്രഹ സാഫല്യത്തിനായി അദ്ദേഹം യുവതികളായ അനേക സ്ത്രീകളുമായി തന്റെ ശരീരം പങ്കിട്ടു. വേണ്ടുവോളം ധനം സമ്പാദിച്ചു. വില കൂടിയ കാറുകളൊക്കെ അദ്ദേഹം നേടി. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്ത് തന്റെ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം കിടന്നുറങ്ങിയ ബെഡിന്റെ തലയ്ക്കൽ വെച്ചിരുന്ന തലയുടെ അടിയിലിട്ട് കുറിപ്പെഴുതി വെച്ചു. റാഫ് ബാർട്ടൺ ഇങ്ങനെ എഴുതി: ലോകത്തിലെ ഏറ്റവും അധികം പണം ഞാൻ സമ്പാദിച്ചു, 300 ഹോട്ടലുകളിൽ ഞാൻ താമസിച്ചു, ശരീരം അനേക സൗന്ദര്യ റാണികളായ യുവതികളുമായി പങ്കിട്ടു, എന്റെ ജടീയ ഉല്ലാസത്തിന് ആവശ്യമായതെല്ലാം നേടി. പക്ഷേ എങ്കിലും 24 മണിക്കൂർ മാത്രമുള്ള ഒരു ദിവസം തള്ളി നീക്കുവാൻ ഞാൻ മറ്റു മാർഗങ്ങൾ കണ്ടെത്തുന്നതായി വന്നു. ഞാൻ നിരാശപ്പെട്ടിരിക്കുന്നു, എനിക്കിനി ജീവിതം വേണ്ട. അദ്ദേഹം ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിച്ചു. ഞങ്ങളെപ്പോലുള്ള ആളുകൾ
റോഡിന്റെ അരികിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന വിഷയം ഇതാണ്: ആത്മഹത്യ യാതൊന്നിനും പരിഹാരമല്ല. ഇന്നലെയും നമ്മൾ പത്രത്തിൽ വായിച്ചാണ് ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു കയറിന്റെ അറ്റത്ത് തൂങ്ങിക്കൊണ്ട് ഒരു ട്രാൻസ്ഫോമറിന്റെ വയലിൽ പിടിച്ചുകൊണ്ട് ഒരു കുപ്പിയിലെ വിഷദ്രാവകം ആസ്വദിച്ചുകൊണ്ട് ഈ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടം ചെയ്യുവാൻ മനുഷ്യൻ ബന്ധപ്പെടുന്ന ചില ബന്ധപ്പാടിന്റെ മാർഗങ്ങളാണ് ആത്മഹത്യ മുഖങ്ങൾ എന്ന് പറയുന്നത്. അതൊന്നും ആത്യന്തികമായി മനുഷ്യ ജീവിതത്തിന് പരിഹാരമല്ല. റാബ് ബാർട്ടൺ ഇങ്ങനെ പറഞ്ഞ ശേഷം 20-ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ ജീവിച്ചിരുന്ന തോറിയോ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു ചിന്തകൻ അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടു: മനുഷ്യ ജീവിതം വെറും നിരാശജന്യമായ ഒരു ജീവിതമാണ്. അത് വലിയ സവാള ഉള്ളി പോലെയാണ്. അതിന്റെ ഓരോ ഇതളുകൾ നാം അടർത്തുമ്പോഴും അത് നിരന്തരമായി നമ്മെ കരയിപ്പിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, വളരെ വ്യക്തമായി പറയുകയാണ്: മനുഷ്യ ജീവിതത്തിൽ അവന്റെ ജന്മം മുതൽ മരണം വരെ മനുഷ്യൻ വാസ്തവമായി അവനെ നിലവിളിപ്പിക്കുന്ന, അവനെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അവന്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന, അവനെ ദുഃഖത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, നെടുവീർപ്പിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന, സങ്കടങ്ങളിലേക്ക് അവനെ ആനയിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ജീവിത പ്രശ്നങ്ങളുടെ അടിമയായി മനുഷ്യൻ മാറ്റപ്പെട്ടിരിക്കുകയാണ്. തോറയോ എന്ന് പറയുന്ന ചിന്തകന്റെ ചിന്തയിലും അദ്ദേഹം പറയുന്നു, മനുഷ്യ ജീവിതം ഒരു സവാള ഉള്ളിക്ക് സമാനമാണ്. അതിന്റെ ഓരോ ഇതളുകൾ നാം അടർത്തുമ്പോഴും അത് നമ്മെ നിരന്തരമായി കരയിപ്പിച്ചുകൊണ്ടിരിക്കും. ആംഗലേയ സാഹിത്യം നിലനിൽക്കുന്ന കാലമത്രയും അവിസ്മരണീയ പ്രതിഭയായിരുന്ന മഹാനായ മനുഷ്യനാണ് വില്യം ഷേക്സ്പിയർ. അദ്ദേഹം ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈയിങ് നത്തിങ്. അതായത് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അന്തസാരശൂന്യവും ശബ്ദായമനവുമായി വെട്ടി പറഞ്ഞൊരു കഥയാണ്. അർത്ഥരഹിതമാണ് മനുഷ്യ ജീവിതം. അനേക ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷോലക്ഷങ്ങൾ ആളുകൾക്ക് അക്ഷരത്തിന്റെ ആ അനുഗ്രഹീതമായിരിക്കുന്ന പ്രാസങ്ങളോടുകൂടെ സാഹിത്യം സംഭാവന ചെയ്ത വില്യം ഷേക്സ്പിയറും നിരാശയുടെ നീർച്ചുഴിയിൽ അകപ്പെട്ട് നിരാശയുടെ ജീവിതം അവസാനിപ്പിക്കുന്ന മനുഷ്യനായിരുന്നു. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ ആകമാനമായ ജഗത്ത് നാം പരിശോധിച്ചാൽ ലോകത്തിലെവിടെയും ശാന്തിയും സമാധാനവും ഇല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെവിടെയും സന്തോഷമില്ല, മനുഷ്യനെവിടെയും സമാധാനമില്ല, മനുഷ്യനെവിടെയും സ്വസ്ഥതയില്ല. ഓരോ ദിവസങ്ങൾ പിന്നിടുന്തോറും മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നിരാശയുടെ കണികകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിലേക്ക് അവൻ അടർന്ന് വീടുകൊണ്ടിരിക്കുകയാണ്, മറിഞ്ഞു വീടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് ഞാൻ നിങ്ങളും പരിശോധിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, നാടൻ പാട്ടുകളെ ജനകീയമാക്കി തീർത്ത നമ്മുടെ ഇവിടുത്തെ സിനിമാ ലോകത്തെ അതികായനായിരുന്ന കലാഭവൻ മണി ഏതാണ്ട് 100 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന മഹാനായ മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിന്റെ കരള് രോഗം കവർന്ന് തിന്ന് മരണത്തിന്റെ വക്കിലെത്തിയപ്പോഴും വൈദ്യശാസ്ത്രത്തിനോ അദ്ദേഹത്തിനോ താൻ മരിക്കാൻ പോകുന്നു എന്ന് അറിയുവാൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഹാസ്യ നടികയായി അറിയപ്പെട്ട അനേക ആളുകളെ പ്രായവ്യത്യാസം എന്നെ ചിരിപ്പിക്കാൻ കഴിഞ്ഞിരുന്ന നമ്മുടെ കൽപ്പന എന്ന് പറയുന്ന നടി അവൾ മരണത്തിന്റെ വക്കിലേക്ക് നുഴഞ്ഞ് അടുത്തപ്പോൾ നമുക്കറിയാം, ഏക മകൾ പോലും ആ മരണക്കിടക്കയുടെ സമീപേ ഉണ്ടായിരുന്നില്ല. മരണം ഏത് മനുഷ്യനെയും പിടികൂടുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ, തെന്നിന്ത്യൻ ലോകത്തെ തെന്നിന്ത്യൻ തമിഴ് സിനിമാ ലോകത്തെ അറിയപ്പെടുന്ന ആളായിരുന്നു അഭിജേതാവായിരുന്നു സിൽക്ക് സ്മിത എന്ന് പറയുന്നത്. 23-ാമത്തെ വയസ്സിൽ ആ ജനകീയ നടി ആത്മഹത്യക്ക് വിധേയപ്പെട്ട് ഈ കാലത്ത് ലോകത്തുനിന്ന് ഓടി മറഞ്ഞു. അതുപോലെ തന്നെ ലോകം ജന്മം കൊടുത്ത മഹാന്മാരായ അനേക ആളുകളെ ചിരിപ്പിച്ച ആളുകൾ, അനേക ആളുകളെ ചിന്തിപ്പിച്ച ആളുകൾ, അനേക ആളുകളെ ചിന്താമണ്ഡലം വികസിപ്പിച്ച ആളുകൾ, സാഹിത്യ ആചാര്യന്മാരായ ആളുകൾ, അവരൊക്കെ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ അവർ നിരാശിതരായിരുന്നു എന്നാണ് ചരിത്രത്തോട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ജീവിതം വാസ്തവത്തിൽ മരണത്തിന് കീഴ്പ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കറിയാം, പാശ്ചാത്യ സംഗീത ലോകത്തെ അറിയപ്പെട്ട ആ ഗായകനായിരുന്ന മൈക്കൽ ജാക്സൺ, അദ്ദേഹം നോർത്ത് കരോളിനയിൽ ജീവിച്ച ഒരു വലിയ ധനാഢ്യനായിരുന്ന പാശ്ചാത്യ ലോകത്തെ അറിയപ്പെട്ട ഒരു സംഗീത സാമ്രാട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ 50 ചുംബിയായിരുന്ന സൗദത്തിന്റെ അകത്ത് ഏതാണ്ട് 30-ലധികം ഡോക്ടർമാരെ അദ്ദേഹം വലിയ ശമ്പളം കൊടുത്ത് ആ കൊട്ടാരത്തിൽ രാജകൊട്ടാര സമാനമായി വീട്ടിൽ താമസിപ്പിച്ചു. മാത്രമല്ല, സൗന്ദര്യ വർത്തക വസ്തുക്കൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം ആകമാനം അദ്ദേഹം സൗന്ദര്യം വർദ്ധിപ്പിച്ചു. ഓരോ മണിക്കൂർ ഇടവിട്ടും ഈ പിശകുവരന്മാരായ ആളുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിന് ഏതെങ്കിലും നിലയിലെ രോഗസാധ്യത ആക്രമിച്ച് അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് ആരാഞ്ഞറിയുവാൻ അദ്ദേഹത്തെ ഇടപെട്ട് പരിശോധിച്ചുകൊണ്ടിരുന്നു. ഇത്ര മഹാനായ മനുഷ്യൻ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഏറ്റവും കുറഞ്ഞത് 150 വർഷമെങ്കിലും എനിക്ക് ജീവിക്കണം. പക്ഷേ നമുക്കറിയാമല്ലോ,
50-ാമത്തെ വയസ്സിൽ അദ്ദേഹം നോർത്ത് കരോളിനയിലെ ഒരു CSI ഹോസ്പിറ്റലിന്റെ ഒരു പ്രത്യേകമായ മുറിയിൽ വെച്ച് ഹൃദയസ്തംഭനം മൂലം മരണത്തിന് വിധേയപ്പെട്ടു ഈ ലോകത്തിൽ നിന്ന് മാറി പറഞ്ഞുപോയി. പ്രിയമുള്ളവരെ, മരണമെന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസർ പോലെയുള്ള മഹാവ്യാധിയാണ്. ഇന്ന് വരെ മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു എന്ന ചോദ്യത്തിന് ശരിയായൊരു ഉത്തരം പറയുവാൻ ലോകത്തിൽ ആർക്കും സാധിച്ചിട്ടില്ല. മതങ്ങളോട് ചോദിക്കുകയോ അല്ലയോ മതങ്ങളെ എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു, മതങ്ങളല്ല ഈ ചോദ്യത്തിന് മുമ്പാകെ മൗനം പാലിക്കും. അതുപോലെ തന്നെ തത്വശാസ്ത്രത്തോട് ചോദിക്കുകയോ അല്ലയോ തത്വശാസ്ത്രജ്ഞന്മാരെ മനുഷ്യൻ എന്തുകൊണ്ടാണ് മരിക്കുന്നത്, തത്വശാസ്ത്ര ആചാര്യന്മാർക്ക് ആർക്കും തൃപ്തികരമായ മറുപടി പറയുവാൻ ഈ ചോദ്യത്തിന് മുമ്പാകെ സാധിക്കുകയില്ല. മതങ്ങൾ മരണമെന്ന പ്രതിഭാസത്തിന് മുമ്പാകെ മൗനം പാലിക്കുമ്പോൾ തത്വചിന്ത അതിന് വ്യക്തമായ നിലയിലുള്ള മറുപടി നൽകുവാൻ വിസമ്മതിക്കുമ്പോൾ ഇതാ എല്ലാ വിശുദ്ധ ബൈബിൾ ശാസ്ത്രം പറയുന്നു ഇത് പ്രകൃതിയുടെ വികൃതിയാണ്. എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? ജനനമുള്ള എല്ലാത്തിനും ഒരവസാനമുണ്ട്. മരണത്തെ ആ നിലയിൽ മാത്രമേ സയൻസ് ശാസ്ത്രത്തിന് വിവക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ വിശുദ്ധ ബൈബിളിനോട് ചോദിക്കൂ, മനുഷ്യർ എന്തുകൊണ്ട് മരിക്കുന്നു? ബൈബിൾ ഉത്തരം പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. മനുഷ്യൻ മരിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? പാപമാണ് മനുഷ്യന്റെ മരണത്തിന്റെ അടിസ്ഥാനപരമായ കാരണം. മാനവചരിത്രത്തിന്റെ ആദ്യ ദിവസം മുതൽ ഇതപര്യന്തം ലോകത്തെ മനുഷ്യൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയും ഞാനും നിങ്ങളും വിദൂര ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്ന ഈ ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ് താമസിക്കുമെങ്കിൽ അതുവരെ കാലാകാലങ്ങളായി ജനിച്ചു ജീവിക്കുന്ന എല്ലാ മനുഷ്യനും അഭിമുഖീകരിക്കുവാനുള്ള ഏറ്റവും വലിയൊരു പ്രാപഞ്ചിക സത്യമാണ് മരണം എന്ന് പറയുന്നത്. മരണത്തിന്റെ തണുത്ത് വിറങ്ങലിച്ച കരാള ഹസ്തങ്ങൾ മനുഷ്യനെ മുറുകെ പിടിക്കുമ്പോൾ ഒരു അക്ഷരം പോലും ഒന്ന് അല്പം കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മരണത്തെ താമസിപ്പിക്കാൻ കഴിയുകയില്ല. നാം മരണമെന്ന വാതിലൂടെ ഈ ലോകത്തെ വിട്ട് മറുകര പോയേ മതിയാവുകയുള്ളൂ. മരണത്തെ തടസ്സം ചെയ്യുവാൻ ശാസ്ത്രലോകത്തിന് സാധിക്കുകയില്ല. ഞാൻ ഏറിയ നാൾ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ ചാപ്ലൈനായി ഒരു കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ അവിടുത്തെ ICUവിൽ മരണാസന്നരായി തീരുന്ന ആളുകളുടെ മുമ്പാകെ ചെന്ന് പ്രാർത്ഥിക്കാൻ അധികൃതരായ ആളുകൾ എന്നെ അനുവദിച്ചിട്ടുണ്ട്. പല ആളുകൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ മരിക്കുന്നതിന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കിടക്കയിൽ വലിയ പ്രാണവേദനയിലായി പിടഞ്ഞു മരിക്കുന്ന ആളുകൾ, ശാന്തമായ പ്രകൃതിയിൽ മരണത്തിന് കീഴ്പ്പെട്ട് ഈ ലോകത്തെ വിട്ട് മാറുന്ന ആളുകൾ, അത് വലിയ വേദന സഹിക്കുന്ന ആളുകൾ, പല ആളുകളുടെ ജീവിതത്തിന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം ഓർപ്പിക്കപ്പെട്ട്, എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ദിവസം ഞാൻ നിങ്ങൾ മരിച്ചേ മതിയാവുകയുള്ളൂ. മരണത്താൽ ഈ ലോകത്തെ വിടുന്ന മാറ്റപ്പെട്ടേ മതിയാവുകയുള്ളൂ. വളരെ വ്യക്തമായി ഇവിടെ കർത്താവായ യേശു പഠിപ്പിക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യമാണ് ഇവിടെ ഈ ബന്ധത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു ഇപ്രകാരം ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാൽ അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്താണ് പ്രയോജനം? മനുഷ്യൻ മരിച്ചാൽ അതുകൊണ്ട് അവന്റെ ജീവിതം അവസാനിക്കുമോ? അതിപ്രധാനമായ ഒരു ചോദ്യമാണ്. കാലാകാലങ്ങളിൽ മനുഷ്യ മസ്തിഷ്കത്തെ ഏറെ കുഴപ്പിച്ച ഈ ചോദ്യത്തിന് മുമ്പാകെ മതങ്ങളും ഇസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും വൈവിധ്യങ്ങളായ മറുപടികൾ പറഞ്ഞ് മനുഷ്യനെ കുഴപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ മരിച്ചാൽ അത് അവന്റെ ജീവിതത്തിന്റെ അവസാനമാണ്. യുക്തിവാദികളായ ആളുകൾ, അതായത് യുക്തിവാദികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അവസരവാദികളായ ആളുകൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് മനുഷ്യൻ കേവലം ഒരു ജൈവരാസപിണ്ഡമാണെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തെ ഇവിടുത്തെ ഒരു ജൈവ ശാസ്ത്ര കെമിക്കൽ ലബോറട്ടറിയിൽ ഈ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തിയാൽ അവർ പറയുന്നത് എങ്ങനെയാണ്? 16 രാസിക യൗഗികളെ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഇവിടുത്തെ ജൈവ രസശാസ്ത്രത്തിന് ഊർജിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അതിനവർ പേര് നൽകി. കാർബൺ, സിലിക്കൺ, പൊട്ടാസ്യം, മഗ്നീഷ്യം, മാംഗനീസ്, കോപ്പർ, അയൺ, സിൽവർ, സോഡിയം ക്ലോറൈഡ്, കൊഴുപ്പ്, വാട്ടർ തുടങ്ങി 14 രാസിക യൗഗികൾ. 1972 പ്രസിദ്ധനായ ഒരു സ്വീഡിഷ് ഡോക്ടർ ഈ രാസിക ലബോറട്ടറിയിൽ മനുഷ്യ ശരീരത്തെ രാസികമായി വിഘടിപ്പിച്ചാൽ വേർതിരിച്ചെടുക്കപ്പെടാവുന്ന ഈ രാസഘടകങ്ങൾക്ക് മൊത്തം കൂടെ വിലയിട്ടു 16 രൂപ 25 പൈസ. ഇത് 1972 കാര്യമാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് 2025 രൂപയുടെ മൂല്യം കനത്ത അഘാതമേറ്റ് ഇടിഞ്ഞുപോയ കാലഘട്ടത്തിൽ ആ 16 രൂപ 25 പൈസ എന്നുള്ളത് 16,250 രൂപ ആക്കി വർദ്ധിപ്പിച്ചാലും മനുഷ്യന്റെ വില അതല്ല. നിങ്ങൾക്കറിയാമല്ലോ, മനുഷ്യ ശരീരം പലവിധമായ സാംക്രമിക രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. 25ാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് ആദ്യ ഭാഗത്തിൽ ജീവിച്ചു വരുന്ന എന്നെയും നിങ്ങളെയും, അതായത് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളെയും ലോകത്തിലെ ആകമാനമുള്ള ജനങ്ങളെയും ഏതാണ്ട് 40 മുതൽ 60 വരെ ശതമാനമുള്ള ആളുകളെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷൻ ഡിസീസാണ് ഡയബറ്റിക്. ഡയബറ്റിക്കിന് വിധേയമായി കഴിഞ്ഞാൽ തുടർമാനമായ ചികിത്സയോടെ
മനുഷ്യന്റെ ഹൃദയം, മനുഷ്യന്റെ ലിവറ്, മനുഷ്യന്റെ കിഡ്നി, മനുഷ്യന്റെ ആന്തരിക അവയവങ്ങൾ ഇതെല്ലാം ക്ഷയത്തിന് വിധേയപ്പെട്ട് നാശോന്മുഖമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആശുപത്രിയിൽ ഡയബറ്റിക്കിന് ചികിത്സ ചെയ്യുന്ന രോഗികളായ ആളുകൾ ഓരോരോ രോഗത്തിന് ഓരോരോ മരുന്ന് കഴിച്ച് ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും ആന്തരിക അവയവങ്ങളുടെ മിക്കവാറും ഭാഗങ്ങളെല്ലാം ഇല്ലാതെയായി തീർന്നു കഴിയും. അത് കഴിയുമ്പോൾ പിന്നെ ആകെയുള്ള മാർഗം അവയവങ്ങളെ മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ കൊച്ചിൻ മെഡിസിറ്റി, ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, മാതാ അമൃതാനന്ദമയി ഹോസ്പിറ്റൽ തുടങ്ങിയ പ്രസിദ്ധമായ ഹോസ്പിറ്റലുകൾ മനുഷ്യന്റെ കിഡ്നി മാറ്റിവെക്കുന്ന മഹത്തായ ശസ്ത്രക്രിയ ചെയ്യാറുണ്ട്. ഒരു കിഡ്നി കിട്ടാൻ വലിയ പ്രയാസം, അതിന് സർക്കാരിന്റെ പ്രത്യേകമായ അനുമതി ആവശ്യമാണ്. ഒരുപാട് പേപ്പർ വർക്കുകളൊക്കെ ചെയ്ത ശേഷം ഏതെങ്കിലും വ്യക്തി മനഃപൂർവ്വമായി കിഡ്നി ദാനം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആ കിഡ്നിക്ക് വലിയ വില നാം കൊടുക്കേണ്ടതായി വരും. 3, 4, 5, 6 ലക്ഷം കൊടുക്കേണ്ടതായി വരും. അത് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് 6, 7, 8 ലക്ഷം രൂപ. ഇത് മാറ്റിവെച്ചാൽ ഈ കിഡ്നിയെ ശരീരം സ്വീകരിക്കുമെങ്കിൽ തുടർന്നുള്ള ആജീവനാന്ത ജീവനത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്ന് കഴിച്ചാൽ മാത്രമേ ഈ രോഗിക്ക് ജീവിച്ചിരിക്കുവാനോട് സാധിക്കുകയുള്ളൂ. ഹൃദയത്തിന്റെ വാൽവ് മാറ്റിവെക്കുവാൻ വേറെ പണം, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുവാൻ അതിനും അപ്പുറം പണം, മസ്തിഷ്കം മറിച്ചിട്ട് സർജറി ചെയ്യാൻ അതിനേക്കാൾ വലിയ പണം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആത്യന്തികമായ മൂല്യം 16 രൂപ 25 പൈസ അല്ല. ഡോക്ടർ നീൽസു ജേക്കബ് ഷൊലാപ്സൺ 1972 സ്വീഡിഷ് ഗവൺമെന്റിനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ മനുഷ്യന്റെ ഈ മൂല്യം 16 രൂപ 25 പൈസയിൽ പര്യവസാനിക്കുന്നില്ല. മനുഷ്യന്റെ ഈ ശരീരത്തിലെ അവയവങ്ങളെ കച്ചവടച്ചരക്കാക്കി കമ്പോളങ്ങളിൽ വെച്ചാൽ ഓരോ പാർട്സിനും വലിയ വിലയാണ്. അതെല്ലാം മാറ്റിവെക്കാൻ ലക്ഷക്കണക്കിന് രൂപ ആശുപത്രി അധികൃതർ നമ്മോട് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യനെ വിലയുള്ളതാക്കി തീർക്കുന്നത് എന്താണ്? അതാണ് വിശുദ്ധ ബൈബിളിന്റെ കണ്ടെത്തൽ. ബൈബിൾ പറയുന്നു, മനുഷ്യൻ കേവലം ഒരു ജൈവരാസമെന്നല്ല, മനുഷ്യൻ കേവലം 14 രാഷ്ട്രീയ യോഗങ്ങളുടെ കോമ്പസിഷൻ അല്ല. മനുഷ്യൻ ആരാണ്? മനുഷ്യന് അമൂല്യമായ ഒരു ആത്മാവുണ്ട്. അതായത് ഈ ബാഹ്യ ശരീരത്തെ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചതുപോലെ തന്നെ ഈ ബാഹ്യ ശരീരത്തിന്റെ അകത്തധിവസിക്കുന്ന അതുല്യമായ ഒരാത്മസത്ത ഏത് മനുഷ്യനുമുണ്ട്. അതേക്കുറിച്ച് മഹാനായ എഴുത്തച്ഛൻ പാടി ഇങ്ങനെയാണ്: ആടുവഞ്ചേരി തമ്പറാക്കളിലുണ്ട്, അയ്യൻ പുലയിലുണ്ട്, ആദിത്യയിലുണ്ട്, അണുക്രമിയിലുണ്ട്, അതിന് പരിസ്മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടുവഞ്ചേരി തമ്പറാക്കളിലും അയ്യൻ പുലയിലും ബലവാനിലും ബലഹീനിലും വിദ്യാസമല്ലും വിദ്യാവിഹീനിലും സംസ്കാരസമല്ലും സംസ്കാരവിഹീനിലും ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും മനുഷ്യന് നിശ്ചയമായ മൂല്യമുള്ള വിലയുള്ള ഒരാത്മാവുണ്ട് എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യന് നിശ്ചയമായും ഒരാത്മാവുണ്ട്. ഈ ആത്മസത്ത വിലയുള്ളതാണ്. അതിന്റെ വിലയെ നിർണ്ണയിക്കുവാൻ മനുഷ്യർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുകയാണ്, മനുഷ്യന്റെ ആത്മസത്തയ്ക്ക് വിലയിടുവാൻ ലോകത്തിലെ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. അതിന്റെ മൂല്യത്തെക്കുറിച്ചാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, മനുഷ്യന്റെ ആത്മാവിന്റെ വില അമൂല്യമാണ്, അത് അവാച്യമാണ്. അത് നിർണ്ണയിക്കുവാൻ ലോകത്തിലൊരു ശാസ്ത്രത്തിനും കഴിയുകയില്ല, ഒരു യുക്തിവാദിക്കും സാധിക്കുകയില്ല, ഒരു തത്വചിന്തകനും സാധിക്കുകയില്ല. ഈ ആത്മാവ് ആ നിലയിൽ അത്രമാത്രം മൂല്യമറ്റതാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിരിക്കുന്ന ഈലോൺ മസ്ക്, അദ്ദേഹമാണല്ലോ ഇന്ന് വാസ്തവത്തിൽ അമേരിക്ക അയക്കുന്ന ആളുകളിലെ ബഹുസമ്പന്നന്മാരിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ആത്മാവിനും ഇവിടുത്തെ പാവപ്പെട്ട ഒരു കൂലിത്തൊഴിലാളിയുടെ ആത്മാവിനും ഒരേ മൂല്യം, ഒരേ വിലയുണ്ടെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഈ ആത്മാവിനെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു, അത് പാപത്താൽ മലീമസമാണ്. പാപത്തിന്റെ ഭയാനകമായ മലീമസതയിൽ മനുഷ്യന്റെ ആത്മാവ് മലീമസമായി കിടക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യന്റെ ആത്മാവിന് വാസ്തവത്തില് പാപത്തിന്റെ ഭയാനകമായ വെടിപ്പുകളുടെ ചുമന്നുകൊണ്ട് അവന്റെ ജീവിതത്തിൽ സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, ആശ്വാസമില്ലാതെ, നിരാശയുടെ തീർച്ചുടിയിൽ അകപ്പെട്ട് അവൻ വല്ലാതെ കുഴഞ്ഞ് ജീവിക്കുകയാണ്. ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ അകപ്പെട്ടു പോയ ഈ മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ, അവനെ രക്ഷിക്കുവാൻ ആർക്ക് സാധിക്കും? മതങ്ങൾക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. തത്വചിന്തകൾക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. സാമൂഹിക പരിഷ്കർത്താക്കളായ ആചാര്യന്മാർക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. സാംസ്കാരിക ആചാര്യന്മാരെ കൊണ്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആളുകൾ ചിന്തിച്ചത് വേണ്ടത്ര വിദ്യാഭ്യാസം മനുഷ്യൻ ഇല്ലാത്തതുകൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത് എന്നാണ്. കാലം മാറി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മാതാപിതാക്കളായ ആളുകൾ കഠിനാധ്വാനം ചെയ്ത് പൈസ ഉണ്ടാക്കി ലോകത്തിലെ സാംസ്കാരിക രാജ്യങ്ങളായ അമേരിക്ക, കാനഡ, ജർമ്മനി, ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് മുതലായ രാജ്യങ്ങൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞു വിട്ടു. അവരെല്ലാം അവിടെ പോയി പഠിച്ചു. പക്ഷേ അവിടെ ചെന്ന് കുടിയേറി പാർത്ത പല ആളുകളും വിദ്യാസമ്പന്നരായി കഴിഞ്ഞപ്പോൾ അവരുടെ പാപ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല,
ആ നാടുകളിൽ സുലഭമായി ലഭിക്കുന്ന ചരക്കാൽ ലഭിക്കുന്ന കമ്പോളങ്ങളിലെ പാപത്തിന്റെ മാസ്മരികയിലേക്ക് അവർ വഴി വീണ്ട് വിദ്യാസമ്പന്നരായ ഭാവികളായി മാറി. സംസ്കാരമില്ലാത്തതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്നൊരു കാലത്ത് മനുഷ്യൻ ചിന്തിച്ചു. സാംസ്കാരിക ലോകത്ത് ചെന്ന അകപ്പെട്ട മനുഷ്യൻ സംസ്കാര സമനായ ഭാവിയായി മാറി, വിദ്യാസമ്പന്നായി ഭാവിയായി, സംസ്കാര സമനായ ഭാവിയായി. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും മനുഷ്യനെ നന്നാക്കാൻ മനുഷ്യൻ ശ്രമിച്ച എല്ലാ പരിശ്രമങ്ങളും അമ്പയെ പരാജയപ്പെട്ട് മനുഷ്യൻ ഇന്നും പാപത്തിൽ തുടരുകയാണ്. നമുക്കറിയാമല്ലോ, ഒരു ക്രിസ്തുമസ് ഒരു ഈസ്റ്ററും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ബിവറേജസിൽ മനുഷ്യൻ കുടിച്ചു നിൽക്കുന്ന ലഹരിയുടെ കുപ്പികൾക്ക് കടക്കാൻ കഴിയുമില്ല. എത്ര 1000 കോടികളുടെ മദ്യമാണ് മനുഷ്യൻ കഴിക്കുന്നത്. അത് മനുഷ്യന്റെ സമാധാനത്തെയും സന്തോഷത്തെയും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നൈമിഷികമാകുന്ന ജനീക ഉല്ലാസങ്ങൾക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ ആശ്രയിക്കുന്ന എല്ലാ പരിശ്രമങ്ങളും വാസ്തവത്തിൽ അവന്റെ ആത്മാവിനെ തളർത്തിക്കളയുകയും അവന്റെ മനസ്സിനെ നിരാശയിൽ അമർത്തുകയും അവൻ ആകപ്പാടെ വല്ലാത്ത കുഴപ്പത്തിൽ അകപ്പെട്ടു പോവുകയും ചെയ്യാൻ കാരണമായി തീരുന്നു. ഇങ്ങനെയുള്ള മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ ലോകത്തിലെ ഒരു ഇസങ്ങൾക്കും ഒരു പ്രത്യയശാസ്ത്രങ്ങൾക്കും ഒരു മതാചാര്യന്മാർക്കും ഒരു തത്വചിന്തകന്മാർക്കും അതുപോലെ ഒരു മനഃശാസ്ത്ര വിദഗ്ധന്മാർക്കും സാധിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം മാനവരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ ദൈവത്തിന്റെ മഹത്തായ രക്ഷാമാർഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ ബലിമരണത്തിൽ കൂടെയുള്ള പാപപരിഹാരം. അതായത് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തിയിട്ടല്ലാതെ മനുഷ്യന്റെ ആത്മാവിന് ശാന്തി ലഭിക്കില്ല എന്ന് വിശുദ്ധ ബൈബിൾ വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. എങ്ങനെയാണ് പാപത്തിന് പരിഹാരം ഉണ്ടാവുക? പാപത്തിന്റെ ശമ്പളമാണ് മരണം. മരിക്കാൻ കാരണം പാപമാണ്. അതുകൊണ്ട് പാപമെന്ന അടിസ്ഥാന മനുഷ്യ പ്രശ്നത്തിന് കാരണം കണ്ടെത്തിയെങ്കിൽ മാത്രമേ, പരിഹാരം കണ്ടെത്തിയെങ്കിൽ മാത്രമേ മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ മനുഷ്യനെ മരണത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഘടകം പാപമാണെന്ന് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഒരിക്കൽ മരിക്കും. മരണത്തിന് കീഴ്പുണ്ടായി വരും, കീഴടങ്ങുണ്ടായി വരും. നിങ്ങൾക്കറിയാമല്ലോ, സൈന്യ വിന്യാസം കൊണ്ട് ലോക സാമ്രാജ്യത്തെ സടുകുട വിറപ്പിച്ച സൈനിക സാമ്രാട്ടായിരുന്ന ഗ്രീക്ക് സൈന്യാധിപൻ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹം അവിടുന്ന് യൂറോപ്യൻ രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ അദ്ദേഹം എത്തി. അവിടെ വെച്ച് അദ്ദേഹത്തിനുണ്ടായ ഒരു ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് അദ്ദേഹം മടക്കയാത്ര ആരംഭിച്ചു. മടക്കയാത്രയിൽ അദ്ദേഹം ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തിലെ ആ ഗ്രീസ് തർസോസിലെ ലോകത്തിലെ ഏറ്റവും അധികം തണുത്തുറഞ്ഞ നദികൾ ഒന്നായ ടോറസ് നദിയുടെ സമീപേ തന്റെ പട്ടാളവുമായി ക്യാമ്പ് ചെയ്തു. അദ്ദേഹത്തിന്റെ സൈന്യങ്ങളും സൈനിക മേധാവികളും തണുത്തുറഞ്ഞ വെള്ളമുള്ള ഈ ടോറസ് നദിയിൽ ഇറങ്ങി കുളിച്ചു. അത് കുളിക്കുന്ന സമയത്ത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഒരു വ്യാമോഹം, ഈ തണുത്ത വെള്ളത്തിൽ കുളിക്കണം. പക്ഷേ അല്പം ദേഹാസ്വസ്ഥ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതിയെ മനസ്സിലാക്കിയ കൂടെ ഉണ്ടായിരുന്ന ഭിഷഗ്വരന്മാർ നിർദ്ദേശിച്ചു, തിരുമേനി അങ്ങ് ഈ വെള്ളത്തിൽ ഇറങ്ങരുത്, കുളിക്കരുത്. കുളിച്ചാൽ അങ്ങയുടെ ശാരീരിക അസ്വസ്ഥത വളരെ വർദ്ധിക്കും. എന്ത് സംഭവിച്ചു അറിയാമോ? അദ്ദേഹം ഇതൊന്നും കണക്കാക്കാതെ ടോറസ് നദിയിലെ തണുത്ത വെള്ളത്തിലിറങ്ങി കുളിച്ചു, കരകയറി. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ഈ എമ്പാറ്റ പോലെ അദ്ദേഹത്തിന്റെ ശരീരം വിളയ്ക്കാൻ തുടങ്ങി. തന്റെ കൂടെ ഉണ്ടായിരുന്ന പട്ടാള ക്യാമ്പിലെ വൈദ്യന്മാർ തങ്ങളാൽ കഴിയുന്ന ചികിത്സയെല്ലാം അവിടെ വെച്ച് തന്നെ ചെയ്തു. ടോറസിൽ വെച്ച് അദ്ദേഹത്തിന് ചെയ്ത ആ ട്രീറ്റ്മെന്റ് ഒന്നും പ്രയോജനപ്പെടില്ല. വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ ഒരു രഥത്തിൽ ബാബിലോണിലേക്ക് കൊണ്ടുപോയി അവിടെ ഭിഷഗ്വരന്മാരായ ആളുകൾ മഹാനായ അലക്സാണ്ടർ ചികിത്സ ചെയ്തു. ചികിത്സ ചെയ്ത അദ്ദേഹത്തിന്റെ ചികിത്സാവിധിയിൽ അദ്ദേഹത്തിന്റെ രോഗം വർദ്ധിച്ചു, പനി വർദ്ധിച്ചു വന്നു, ടെമ്പറേച്ചർ വർദ്ധിച്ചു വന്നു. അദ്ദേഹം ജീവിക്കുകയില്ല എന്നുള്ള നിഗമനത്തിലേക്ക് ഭിഷഗ്വരന്മാരെത്തി. അവർ അദ്ദേഹത്തോട് പറഞ്ഞു, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, അങ്ങയുടെ ആയുസ്സിന്റെ ദൈർഘ്യം 72 മണിക്കൂറായി കുറഞ്ഞിരിക്കുന്നു. 72 മണിക്കൂറുകൾ കഴിയുമ്പോൾ അങ്ങ് മരിച്ചേ മാറ്റപ്പെടും. ഒരു സംഭവം ഇതിന്റെ മധ്യത്തിലുണ്ടായി. യുദ്ധം ചെയ്ത് രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച് സാമ്രാജ്യ സീമകളെ അധീനപ്പെടുത്തി മുന്നേറിയ മഹാനായ അലക്സാണ്ടറുടെ മാതാവിന് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പലവരും അറിയിച്ചു. പക്ഷേ അദ്ദേഹം യുദ്ധതൽപ്പനായി മുന്നേറി. അദ്ദേഹത്തിന് അമ്മയെ കാണാൻ സമയം കിട്ടിയില്ല. ഒടുവിലായി അദ്ദേഹം മരണശൈലിയിലേക്ക് നീങ്ങുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മാതാവിനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം ഭിഷഗ്വരന്മാർ പറഞ്ഞു. വേഗത്തിൽ അദ്ദേഹത്തിന്റെ സൈനിക മേധാവികൾ മാതാവിനെ വിവരം അറിയിച്ചു. അവരെ രഥത്തിൽ ബാബിലോണിൽ എത്തിക്കുവാൻ ശ്രമം നടത്തി. പക്ഷേ ഭിഷഗ്വരന്മാർ പറഞ്ഞു, അങ്ങയുടെ മാതാവിനെ കാണുവാൻ അങ്ങേക്ക് സാധിക്കുകയില്ല. 72 മണിക്കൂറിനപ്പുറത്ത് അങ്ങ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ല. നിരാശയുടെ നീർത്തടത്തിലേക്ക് മഹാനായ അലക്സാണ്ടർ ഇടറി വീണു. അദ്ദേഹം ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്റെ സൈനിക മേധാവികൾ 4 പേരെയും വിളിച്ചു. അതിൽ അഗ്രഗണ്യനായ ആളിനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ മഹാത്മാവേ,
ഞാൻ ഈ ലോകത്തെ വിട്ട് വേർപെടുവാൻ പോകുകയാണ്. മരണത്തിന്റെ മണിമുഴക്കം എന്റെ കാതുകളിൽ ഇരമ്പി ഞാൻ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ പാഞ്ചഭൗതികമായി എന്റെ ശരീരം വിട്ട് ഞാൻ ഈ ലോകത്തെ വിട്ട് പോകുവാൻ തുടങ്ങുക. ഞാൻ നേടിയതും അധ്വാനിച്ചതല്ല ഇവിടെ ഞാൻ ഉപേക്ഷിച്ച് പോകാൻ തുടങ്ങുക. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ എന്റെ മരണത്തിനായി ഒരുങ്ങണം, എന്റെ മരണ ശവസംസ്കാരത്തിനായി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളണം. അദ്ദേഹത്തിന്റെ സൈനിക മേധാവിയെ വിളിച്ച് അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾ എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഒരു കാര്യം 3 കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരണം. ഒന്ന്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പാഞ്ചഭൗതികമായ എന്റെ ഈ ശരീരം പട്ടണയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ, നഗരപ്രദക്ഷിണത്തിനായി പോകുമ്പോൾ, എന്റെ ഭൗമശരീരം കിടത്തിയിരിക്കുന്ന ഈ ശവപ്പെട്ടിയുടെ ഇരുസൈഡിലേക്കും ഓരോ തുളയിട്ടിട്ട് 2 കൈകളും മലർത്തി ഈ റോഡിലേക്ക്, ഈ പെട്ടിയുടെ വെളിയിലേക്ക് ഇട്ടിട്ട് വേണം ഈ ബോഡി നഗരപ്രദക്ഷിണം ചെയ്യുവാൻ. 2, ഞാൻ എന്റെ ശരീരം നഗരപ്രദക്ഷിണമായി കൊണ്ടുപോകുമ്പോൾ സ്വർണം, പൊന്ന്, വെള്ളി നാണയങ്ങൾ, ഞാൻ നേടിയ പൊന്ന്, വെള്ളി നാണയങ്ങൾ എന്റെ ട്രഷറിയിൽ നിന്നെടുത്ത് എന്റെ ശവമഞ്ചിന്റെ മുമ്പിൽ വഴിയിൽ അത് വിതറിക്കൊണ്ട് വേണം ഈ ശവം മുന്നോട്ട് കൊണ്ടുപോകാൻ. 3ാമത്തെ ആഗ്രഹം പറഞ്ഞു, അത് ഏറ്റവും ശ്രേഷ്ഠമായ ആഗ്രഹം, എന്നെ ചികിത്സിച്ച ബാബിലോണിലെ ഏറ്റവും വലിയ ഭിഷേകവരന്മാരായ വൈദ്യന്മാരായിരിക്കണം എന്റെ ശവമഞ്ചം ചുമക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സൈനിക മേധാവി അലക്സാണ്ടർ ചോദിച്ചു, അല്ലയോ തിരുമേനി, എന്താണ് അങ്ങ് പറയുന്നത്, എന്താണ് അങ്ങ് പറയുന്നത്? ഈ ആശയങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ വാളുകൊണ്ട് ലോക സാമ്രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചെന്റെ സാമ്രാജ്യ സീമയിലാക്കി. ഇതാ മരണം എന്നെ പിടിക്കുന്നു, മരണത്തിന്റെ തണുത്ത കരങ്ങൾ എന്നെ കടന്നു പിടിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നു. മരണത്തിന്റെ മണ്ണമുടികൾ ഞാൻ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിയെ വിട്ട് ഞാൻ പോകും. അപ്പോൾ ഒരു കാര്യം ലോകം പഠിക്കട്ടെ, ഞാൻ നേടിയതൊന്നും കൊണ്ടുപോകാൻ കഴിയാതെ ഞാൻ ഒന്നും ഇല്ലാത്തവനായി ഇതാ ഞാൻ ഈ ലോകത്തെ വേർപെടുന്നു. ലോകം അറിയട്ടെ, ലോകം മനസ്സിലാക്കട്ടെ, ഞാൻ നേടിയ പൊന്നും വെള്ളിയും എന്റെ പ്രാണന് നിമിഷങ്ങൾ നീട്ടിത്തരുവാൻ പര്യാപ്തമല്ല. അതല്ല ഈ ലോകത്തിന്റെ വക ഞാൻ നേടിയതെല്ലാം ലോകത്തിന് ഉപേക്ഷിച്ച് ഞാൻ പോകുന്നുവെന്ന് ലോകം മനസ്സിലാക്കട്ടെ. അപ്പൊ അവർ ചോദിച്ചു, ഈ അങ്ങേ ചികിത്സിച്ച ഡോക്ടർമാർ തന്നെ ഈ ശരീരം ചുമക്കണം പറയാൻ കാര്യം, അതായത് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭിഷഗ്വരന്മാർക്കും മനുഷ്യനെ മരിക്കാതിരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ മരിച്ചേ മതിയാവുകയുള്ളൂ. ഭിഷഗ്വരന്മാരും കൈവിടും, അവരും ഇത് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഞാനും നിങ്ങളും മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ദിവസം മരണത്തിന്റെ തണുത്തുവരത്ത കരങ്ങൾ എന്നെ നിങ്ങളെ സ്പർശിക്കുമ്പോൾ മരണമെന്ന വാതിലൂടെ ഈ ലോകത്തെ വിട്ട് മറുകരയിലേക്ക് പോകേണ്ടായി വരും. ഒരു മനുഷ്യരുടെ ശാശ്വതമായ പാർപ്പിടമില്ല. ഞാനും നിങ്ങളും ഒരു ദിവസം മരിച്ചേ മതിയാവുകയുള്ളൂ. പക്ഷേ ഒരു വസ്തു മനസ്സിലാക്കണം, അനന്തമായിരിക്കുന്ന ആത്മാവിന്റെ ഒരവസ്ഥ മനുഷ്യനുണ്ട്. ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എവിടേക്ക് പോകും? അതിപ്രധാനമായ ചോദ്യം. മരണത്തിന്റെ അപ്പുറത്ത് അതിപ്രസക്തമായ 2 സ്ഥലങ്ങളുമെന്നാണ് ബൈബിൾ പറയുന്നത്. ഒന്ന് നിത്യമായ നരകം, അതായത് ദൈവത്തിന്റെ അതിഭയാനകമായ ന്യായവിധിയുടെ അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അതിഭയാനകമായ നരകം. 2, അതിന്റെ അപ്പുറത്ത് നിത്യമായ സന്തോഷം, ദൈവത്തോട് പങ്കിടുന്ന സ്വർഗം. ഇത് രണ്ടും കേവലം മനുഷ്യന്റെ മിഥ്യാബോധത്തിൽ അങ്കുരിച്ച കേവല കഥകളല്ല, 2 യാഥാർത്ഥ്യങ്ങളാണ്. പ്രിയമുള്ളവരെ, മരണത്തിന്റെ മുമ്പാകെ മരണത്തെ അഭിമുഖീകരിക്കുന്ന ഏത് മനുഷ്യനും മരിച്ചു മാറ്റപ്പെട്ടാൽ ഒരു നാളിൽ ഈ മരണത്തിന്റെ അങ്ങേ തലയിൽ ഒന്നെങ്കിൽ നിങ്ങൾ നിത്യമായ യാതനാസ്ഥലത്തേക്ക്, അതല്ലെങ്കിൽ നിത്യമായ സ്വർഗം, അതായത് നിത്യമായ സന്തോഷത്തിലേക്ക് മാറിയേ മതിയാവുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം, ഞാൻ നിത്യമായ സന്തോഷത്തിലേക്ക് പോകാൻ എന്ത് ചെയ്യണം? അതായത് നിത്യമായ സ്വർഗം അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെയാണ് മതങ്ങളെല്ലാം ആവിർഭവിച്ചത്. ഓരോ മതങ്ങളും കാലാകാലങ്ങളായി രംഗപ്രവേശം ചെയ്തു. മനുഷ്യന്റെ ആത്മാവിനെ നിത്യശാന്തിയിലേക്ക് ആനയിക്കുവാൻ പര്യാപ്തമാകുന്ന കർമ്മകാണ്ഡങ്ങൾ, കൂതാശകൾ, കുംഭസാരകൾ, കുർബാനകൾ, കൽപ്പനകൾ ഇതെല്ലാം മതങ്ങൾ നൽകി. അതെല്ലാം മാനവരാശി ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അവിടെ ഒന്നും മനുഷ്യന് ആശ്വാസം കണ്ടെത്തുവാനോ മനുഷ്യന് യഥാർത്ഥമായിരിക്കുന്ന ഒരു മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ദൃഢത അവന് ഗ്രഹിക്കുവാനോ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ളപ്പോൾ വിശുദ്ധ ബൈബിൾ പ്രകാരം പറയുന്നു, മനുഷ്യന് മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തെ മനുഷ്യൻ നിർണ്ണയിക്കുന്ന ഇതിന്റെ അപ്പുറത്ത് വെച്ചല്ല, അതിന്റെ ഇപ്പുറത്ത് വെച്ചാണ്. അതായത് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ വെച്ചാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെ ആയിരിക്കണം എന്ന് മനുഷ്യൻ തീരുമാനിക്കുന്നത്. അതാണ് വിശുദ്ധ വേദപുസ്തകം മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി മുൻപോട്ട് വയ്ക്കുന്ന മാർഗം. അതെന്താണെന്നറിയാമോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപത്തെ അവനെ ചുമന്നൊഴിച്ച് മരണത്തിന്റെ പാശങ്ങളെ അറുത്ത് മരണത്തിന് നിത്യമായ ശിക്ഷാവിധ മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യനായി ലോകത്തിൽ അവതാരം ചെയ്ത മനുഷ്യപുത്രനായ കർത്താവായ യേശു മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപം തന്റെ ചുമലിലേറ്റുകൊണ്ട് കാൽവരിയിലെ ഗോൽഗോഥയിലേക്ക് പോയി. അവിടെ ക്രൂശന്മേൽ 2 കള്ളന്മാരുടെ നടുവിൽ അവൻ ക്രൂശിതനായി.
അവൻ ഇപ്രകാരം പറഞ്ഞു, സർവ്വലോകത്തിന്റെയും പാപം ചുമന്നിരിക്കുന്ന ദൈവകുഞ്ഞാടായിട്ടാണ് അവൻ ഈ ലോകത്തിൽ വന്നതെന്ന്. ലോകത്തെ അവന് പരിചയപ്പെടുത്തി കൊടുത്ത, അല്ലെങ്കിൽ അവനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ മുന്നോടിയായി വന്ന് യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമന്നിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രിയമുള്ളവരെ, ലോകരക്ഷിതാവായ യേശു ക്രിസ്തു മാനവ ചിന്താഗതികൾക്ക് അതീതമായി, തത്വശാസ്ത്ര ചിന്താഗതികൾക്ക് അതീതമായി, മനുഷ്യന്റെ എല്ലാ ബുദ്ധിമുട്ടിന്റെയും ചിന്തകൾക്കും അപകടത്തിനും അതീതമായി, മനുഷ്യൻ ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത, നേടാൻ കഴിയാത്ത പാപത്തിന്റെ പരിഹാരം തന്റെ ശരീരയാഗത്താൽ കാൽവരി ക്രൂശിൽ നേടി. അങ്ങനെ കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തു അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിൽ അവന്റെ ഭൗമശരീരം സംസ്കരിച്ചു. എന്നാൽ മൂന്നാം ദിവസം എന്ന് പറഞ്ഞാൽ റോമാ ഗവൺമെന്റ് അധികാരത്തിന്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ട് സപ്തമുദ്രകളാൽ ബന്ധിതമായി ഭാരമേറിയ ഒരു കല്ല് ആ കല്ലറയുടെ വാതിക്കൽ ഉരുട്ടിവെച്ച് കല്ലറ ഭദ്രമാക്കി കുന്നമേന്തിയ കാവൽ പടയാളികളെ യേശു ക്രിസ്തു ഉയർക്കാതിരിപ്പാൻ കാവൽ നിർത്തി. അങ്ങനെ പടയാളികൾ യേശു ക്രിസ്തുവിന്റെ കല്ലറയ്ക്ക് കാവൽ നിൽക്കുമ്പോൾ ആഴ്ചവെടുത്തിന്റെ ഒന്നാം ദിവസമായ ഞായറാഴ്ചയുടെ പുതുപുത്തൻ പുലരിയിൽ നസ്രയനായ യേശു തന്റെ മരണത്താൽ മരണത്തെ എന്നേക്കുമായി പരാജയപ്പെടുത്തിക്കൊണ്ട് മരിച്ചവരിൽ നിന്ന് ആദ്യനായി ഉയർത്തെഴുന്നേറ്റു. ഒരു ക്രൈസ്തവ പാട്ടുകാരൻ ഇങ്ങനെ പാടിയിട്ടുണ്ട്, ഉലകമഹാന്മാരകലിലും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, നമ്മൾ ഉന്നതന യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. പ്രിയമുള്ളവരെ, ലോകം കാലാകാലങ്ങളായി ജന്മം കൊടുത്ത മസ്തിഷ്ക ആചാര്യന്മാരായ എല്ലാ ആളുകളും ലോകത്തിന്റെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ, ഇടങ്ങളിൽ അതാത് ആളുകൾ ജനിച്ച് ജീവിച്ച അവരുടെ ദേശങ്ങളിൽ മരിച്ച് മൺമറഞ്ഞ ശവകുടീരങ്ങളിൽ ഇന്ന് നിലകൊള്ളുമ്പോൾ നസറേയനായ യേശു മാത്രം മരിച്ചവൻ ആദ്യനായി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു. അവിടുന്ന് ഉയർത്തെഴുന്നതിന് ശേഷം തന്റെ അരിമ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അതുപോലെ തന്നെ 500-ലധികം ആളുകൾക്ക് ഗലീലയിൽ വെച്ച് പ്രത്യക്ഷനായി. അനേകരുടെ മുമ്പാകെ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവന്റെ പ്രത്യക്ഷതകളാൽ അവൻ സാക്ഷിച്ച ശേഷം 41 നാളുകൾക്ക് ശേഷം കർത്താവിന്റെ ശിഷ്യന്മാർ കാണുക അവൻ സ്വർഗാരോഹണം ചെയ്തു. അവൻ പോകുന്നതിന് മുമ്പ് ഇപ്രകാരം തന്നെ ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങളെ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ന് നിങ്ങളെ വിട്ട് പോകുന്നവനായ ഈ യേശുവിനെ അവൻ എങ്ങനെ പോകുന്നവനായി നിങ്ങൾ കണ്ടുപോകും. അങ്ങനെ തന്നെ അവൻ മടങ്ങിവിടും. പ്രിയ സ്നേഹിതരെ, ഈ വാഗ്ദത്തം കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് തന്റെ അരിമദൂതന്മാർ മുഖാന്തരം പ്രഖ്യാപിച്ച് ഈ ലോകത്തിൽ നിന്ന് പോയിട്ട് 2000 വർഷങ്ങൾ പിന്നിടുന്നു. ഇതുവരെയും അവിടുന്ന് വന്നിട്ടില്ല. എന്നിട്ട് കർത്താവ് തന്റെ ശിഷ്യന്മാരെ വലിയൊരു നിയോഗം ഏൽപ്പിച്ചു. കർത്താവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിക്കും. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം ഏൽപ്പിക്കും. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുകയാണ്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന അതേ ഇടത്തിൽ നിങ്ങൾ ഇരിക്കേണ്ടത് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ലോകത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും തങ്ങളിപ്പോൾ ആയിരിക്കുന്ന അധികാരത്തിന്റെ കസേരയിൽ തങ്ങളുടെ അണികൾ ആരും ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ മുഖ്യനിരിക്കുന്ന കസേരയിൽ തന്റെ അണികളായിരിക്കുന്ന ആരും തന്നെ വരുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം 2ാം പ്രാവശ്യവും ഇരിക്കുന്നത്, ഒരു പക്ഷെങ്കിൽ 3ാം പ്രാവശ്യവും ഇരിക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, കേന്ദ്രത്തിൽ ഇത് തന്നെ സ്ഥിതി. ഇവിടുത്തെ അധികാരവൃന്ദന്മാരായ ആളുകൾ തങ്ങളായിരിക്കുന്ന അധികാരത്തിന്റെ കസേരകൾ തങ്ങൾക്ക് കൊടിപിടിക്കുന്ന ആരും തന്നെ ആനയിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ തന്നെ അധികാരത്തിന്റെ അംശവടിയുമായി തുടരുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു അങ്ങനെയല്ല. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുകയാണ്, ഞാൻ പോയാൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളിലായി മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ മരിച്ച് അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് 3ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗോന്നതങ്ങളിലേക്ക് കയറിപ്പോയ കർത്താവായ യേശു തന്നിൽ വിശ്വസിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ എത്രയും വേഗം വരും എന്ന് ഉറപ്പ് നൽകിയിട്ട് ഈ ലോകത്തെ ഇവിടെ പോയിരിക്കുകയാണ്. അവിടുന്ന് പോകുന്നപ്പോൾ പറഞ്ഞു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന അതേ ഇടത്തിൽ എന്നോടൊപ്പം പദവി നൽകി, എന്നോടൊപ്പം തേജസ് നൽകി, എന്നോടൊപ്പം സാന്നിധ്യം നൽകി, എന്നോടൊപ്പം അനുഗ്രഹം നൽകി, എന്നോടൊപ്പം നിങ്ങളെ ആക്കിവെക്കുവാൻ ഞാൻ ഇത്രയും വേഗം വരുവാൻ പോകുകയാണ്. ആർക്കാണ് ഈ പദവി ജീവിതത്തിൽ സ്വായത്തമാക്കാൻ സാധിക്കുക? വളരെ വേഗത്തിൽ ഞാൻ അതും കൂടി ഓർപ്പിച്ചിട്ട് വാക്കുകൾ വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുവിനെ പാപത്തിന്റെ പരിഹാരകനായി, ഏക പാപപരിഹാരകനായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് മാത്രമേ പാപത്തിന്റെ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. വിശുദ്ധ വേദപുസ്തകത്തിൽ പെന്തക്കോസ്ത് നാളിൽ 2000 വർഷം മുമ്പ് പത്രോസ് അപ്പോസ്തലൻ നിന്ന് ഉറക്കെങ്കിലും വിളിച്ചു പറഞ്ഞു, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നാം രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെടുവാനുള്ള ഏക മാർഗം കർത്താവായ യേശു കാൽവരി ക്രൂശിലെ അവിടുത്തെ പാവപരിഹാര ബലിയുമാണ്.
ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും. നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതും. നിങ്ങൾ കർത്താവിന്റെ മക്കളായി തീരും. നിങ്ങളുടെ അനേകവിധമായ പാപങ്ങൾ മോചിക്കപ്പെടും. ജീവിതത്തിന്റെ ഏറ്റവും അധികം നിരാശയുടെ താഴ്വരയിൽ എഴുതി തള്ളപ്പെട്ട നിന്റെ നിരാശപ്പെട്ട ജീവിതത്തെയും അവിടുന്ന് കൈപിടിച്ച് ഉയർത്തി നിത്യജീവൻ നൽകി പ്രത്യാശ നൽകി മരണത്തിനപ്പോഴുള്ള ശാശ്വതമായ ഭവനത്തേക്കുള്ള ഉറപ്പ് നിന്റെ ജീവിതത്തിൽ നൽകി നിന്നെ ദൈവത്തിലാക്കി തീർക്കുവാൻ യേശു ക്രിസ്തുവിനെ സാധിക്കും. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ആത്മരക്ഷ പ്രാപിക്കുക. അതല്ലാതെ വേറെ മനുഷ്യന്റെ പാവപരിഹാരത്തിനായി മനുഷ്യനെ ഗ്രസിക്കുന്ന പാപത്തിന്റെ പരിണതമായ മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുന്ന ഒരു മാർഗവും ഈ പ്രപഞ്ചത്തിലില്ല. ആകയാൽ ഇപ്പോൾ തന്നെ യേശുവെ, ഞാനും ഒരു പാപിയാണ്, എന്റെയും കൂടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്, എന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്, അനന്തമായ എന്റെ ആത്മാവിന്റെ നിത്യമായ ശിക്ഷാവിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ വേണ്ടിയാണ് അങ്ങ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിലേക്ക് വന്ന് കഷ്ടങ്ങൾ സഹിച്ച് ക്രൂശിന്മേൽ കയറി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു. അങ്ങേയ്ക്കായി എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചേൽപ്പിച്ചുമെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും, എത്ര രക്താമ്പനം പോലെ കടിഞ്ചുവപ്പായിരുന്നാലും അത് പഞ്ഞി പോലെയായിത്തീരും. ആകയാൽ ഈ യേശു കർത്താവിൽ വിശ്വസിച്ച് അവനിൽ ആശ്രയിച്ച് അവനിൽ അഭയം ചെന്ന് നിങ്ങളുടെ ആത്മാക്കൾക്ക് നിത്യമായ സന്തോഷവും സമാധാനവും ശാന്തിയും പ്രത്യാശയും കണ്ടെത്തുവാൻ ഈ സുവിശേഷ സന്ദേശം മുഖാന്തരം വലിയവനായ ദൈവം തന്റെ സ്നേഹത്താൽ നിങ്ങൾക്ക് ഏവർക്കും സംഗതി വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സദയം ഞങ്ങളെ ഇതുവരെയും ക്ഷമയോടെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശാന്തമായി ശ്രദ്ധിച്ച് മുണ്ടേരുമയിലെ ഞങ്ങളുടെ എല്ലാ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ അവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന അനുഗ്രഹീതമായ ഒരു സത്യമാണ് ബഹുമാനപ്പെട്ട ടി.എസ്. തോമസ് അവറുകൾ ഇവിടെ നിങ്ങളോട് സംഭാഷിച്ചത്. ഈ ലോകം വിട്ടാൽ നിത്യമായിരിക്കുന്ന ഒരു ജീവിതം അത് ഏതൊരു മനുഷ്യനും ആവശ്യമാണ്. അതിനൊരേ ഒരു വഴി മാത്രമേയുള്ളൂ. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ധന്യനായിരിക്കുന്ന പത്രോസ്ലീഹ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. എന്റെ പ്രിയ ശ്രോതാവെ, പാപത്തിന്റെ ഭയാനകമായിരിക്കുന്ന ഗർത്തത്തിലേക്ക് ഓടിത്തീർന്ന് നിത്യമായ നരകത്തിലേക്ക് അഴിഞ്ഞു പോകാതെ ഈ നൈമിഷികമായ ജീവിതം നിരാശ കൊണ്ട് നിറഞ്ഞ് ആത്മഹത്യയിലും അതിക്രമങ്ങളിലും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് തകർന്നു പോകുന്ന നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം തരുവാൻ, സമാധാനം തരുവാൻ, സന്തോഷം തരുവാൻ യേശുക്രിസ്തുവിന് കഴിയും. യേശുക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ എന്നേക്കുമായി തന്റെ പൂർണ്ണമായിരിക്കുന്ന മരണം, തന്റെ രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. അതുകൊണ്ട് ആ കർത്താവായ യേശുക്രിസ്തുവിനെ, ഈ സുവിശേഷത്തെ ജീവിതത്തിൽ അംഗീകരിച്ച് പാപമോചനം പ്രാപിച്ച് നിത്യരക്ഷയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും സർവ്വലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇവിടെ